ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളുടെ ദിനങ്ങളാണ്. സമ്പത്ത് കുമിഞ്ഞുകൂടും. ഒരാഴ്ച കൊണ്ട് ജീവിതം മാറി മറിയുന്നതാണ്. 2025 മെയ് മാസം 14, അതായത് 1200 മേടം 31 ബുധനാഴ്ച സന്ധ്യയ്ക്ക് 7 മണിക്ക് വ്യാഴം രാശി മാറുന്നു. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും തൊട്ടടുത്ത മിഥുനം രാശിയിലേക്കാണ് വ്യാഴത്തിൻ്റെ വാർഷികമായ ഈ രാശിമാറ്റം സംഭവിക്കുന്നത്. ശരാശരി വ്യാഴം അഥവാ ഗുരു ഓരോ രാശിയിലും ഒരു വർഷക്കാലം സഞ്ചരിക്കും. 360 അടങ്ങിയ രാശിചക്രത്തെ ചുറ്റി വരുവാൻ വ്യാഴത്തിന് 12 കൊല്ലം ആവശ്യമാണ്. ഇതിനെയാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇടവം രാശിയിൽ നിന്നും വ്യാഴം മിഥുനത്തിലേക്ക് സംക്രമിക്കുന്നു. ഈ 11 ആണ്ടുകൾ കഴിഞ്ഞാകും വ്യാഴം ഇടവത്തിൽ വീണ്ടും എത്തുക. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ശനിയുടെ രാശിമാറ്റം പോലെ സുപ്രധാനമായ കാര്യമാണ്. 12 കോറുകളിലായി വരുന്ന നാളുകാരുടെയും ജീവിതത്തെ വ്യാഴം മാറ്റം അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിക്കുന്നതാണ്. ഗ്രഹങ്ങളിൽ ഈശ്വരാംശം ഏറ്റവും കൂടിയിരിക്കുന്ന ഗ്രഹം കൂടിയാണ് വ്യാഴം. വ്യാഴം സൽഭാവങ്ങളെ സഞ്ചരിച്ചാൽ ദൈവാധീനം അഭംഗരമായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ആ വ്യക്തി ആ വർഷം ഭാഗ്യത്തിൻ്റെ നെറുകയിൽ തന്നെ ചെന്നെത്തും. ജീവിതം നിങ്ങളുടെ സമ്പൽ സമൃദ്ധമാകും. വ്യാഴം ദോഷസ്ഥാനത്താണ് സഞ്ചരിക്കുകയാണെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ തുടർക്കഥയാകുന്നതാണ്. തൊട്ടതെല്ലാം കുറ്റം എന്ന സ്ഥിതി വന്നു ചേരും. അതിനാൽ വിശ്വാസികൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് വലിയ പ്രാധാന്യം നൽകാറുമുണ്ട്. വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ സഞ്ചാരകാലം, അതായത് 2025 2026 കാലം 4 കോറുകളിലായി ജനിച്ചവരെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം. 2-ാം കോറിൽ നിന്നും 3-ാം കോറിലേക്കാണ് വ്യാഴം മാറുന്നത്. മൂത്ത സഹോദരരുടെ പിന്തുണ നിങ്ങൾക്ക് എല്ലാ രീതിയിലും വന്നു ചേരും. സാഹസമായ കാര്യങ്ങൾക്ക് ഒരു രീതിയിലും മുതിരരുത്. 3-ലെ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് നോക്കുകയാൽ വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. പിതാവിൻ്റെ മനസ്സറിഞ്ഞ നിലപാടുകൾ എടുക്കുന്നതാണ്. ഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന പക്ഷം മനസ്സിന് സമാധാനം വന്നെത്താതിരിക്കില്ല. 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നൊരു ചൊല്ല് പ്രചാരത്തിലുണ്ട്. ജീവിതത്തിൽ സങ്കടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതാകും അതിൻ്റെ ആശയം. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുതൽ മുടക്കുകളിൽ വളരെയധികം കരുതൽ വേണം. ജോലിയിൽ അധ്വാനം കൂടുന്നതാണ്. പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അനർഹർക്ക് എതിരാളികൾക്ക് സ്ഥാന ഉന്നതി ലഭിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം വിഷമം സമ്മാനിക്കും. സംസ്കാരശൂന്യന്മാരെ പിന്തുണയ്ക്കേണ്ട സ്ഥിതി വരുന്നത് മനക്ലേശത്തിന് കാരണമാകുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക 2, 3, 4 പാദങ്ങൾ. രോഹിണി മകയിരം 1, 2 പാദങ്ങൾ. ജന്മരാശിയിൽ നിന്നും വ്യാഴം 2-ാം രാശിയിലേക്ക് വരികയാണ്. ധനം, വാക്ക്, കുടുംബം, വിദ്യാഭ്യാസം എന്നിവയെ സംബന്ധിക്കുന്നതാണ് 2-ാം ഭാവം. ഈ പറഞ്ഞവയ്ക്കെല്ലാം പുഷ്ടിയും മെച്ചവും വന്നു ചേരും. ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ വീണ്ടും പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ്. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങൾ നടത്തുവാൻ കഴിയുന്നതാണ്. പഠനത്തിൽ ഏകാഗ്രത വന്നു ചേരും. അവിവാഹിതരായ ആളുകളുടെ വിവാഹ സ്വപ്നം സഫലമാകുന്ന സമയം കൂടിയാണ്. ശത്രുക്കളുടെ ഉപദ്രവത്തെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. വാക്കുകളുടെ ഔചിത്യവും അന്തസ്സും അംഗീകരിക്കപ്പെടുന്നതാണ്. ജീവിതം കൂടുതൽ സ്വച്ഛന്തമാകും. ആരോഗ്യ പ്രശ്നങ്ങളെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നതാണ്. ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. എഴുത്തും കലയും പുരസ്കൃതമാകുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം 3, 4 പാദങ്ങൾ. തിരുവാതിര പുണർദം 1, 2, 3 പാദങ്ങൾ. ജന്മരാശിയിലേക്ക് ഗുരു സംക്രമിക്കുന്നു.
പൊതുവെ സമ്മർദ്ദങ്ങൾ കൂടുന്ന സമയമാണ്. അനാവശ്യമായ തിടുക്കമുണ്ടാകും. ആത്മവിശ്വാസം ബാധിക്കപ്പെടുന്നതാണ്. ജോലി മാറ്റം കൊണ്ട് നിങ്ങൾ കരുതിയ അത്രയും ഒരു രീതിയിലും ഗുണമുണ്ടായേക്കില്ല. അർഹതപ്പെട്ട പ്രമോഷൻ കിട്ടുവാൻ ഇനിയും നിങ്ങൾക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും. വ്യാഴം ഏഴിലേക്ക് നോക്കുകയാൽ വിവാഹ നിശ്ചയത്തിന് സാധ്യതയുണ്ട്. പിതാവിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈവരും. സന്താന ക്ലേശം മൂലം വിഷമിച്ചിരുന്ന ആളുകൾക്ക് സന്താന പ്രാപ്തി പ്രതീക്ഷിക്കാം. വിവാദങ്ങളിൽ ഏർപ്പെടുന്നതും വ്യവഹാരങ്ങൾക്ക് മുതിരുന്നതും ഒരു രീതിയിലും ഗുണകരമാകില്ല. ധനപരമായി ശ്രദ്ധയുണ്ടാകണം. അന്യദേശത്തേക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം നാലാം പാദം, പൂയം ആയില്യം. വ്യാഴം 11-ൽ നിന്നും 12-ാം ഭാവത്തിലേക്ക് മാറുന്നു. പ്രതികൂല ഭാവമായിട്ടാണ് 12-ാം ഭാവം പരിഗണിക്കപ്പെടുന്നത്. അതിനാൽ ചെലവ്, അവമതിപ്പ്, കഷ്ടനഷ്ടങ്ങൾ, അലച്ചിൽ, പ്രവാസം ഇവയൊക്കെ 12-ാം ഭാവത്തിൻ്റെ പൊതു സ്വഭാവങ്ങളാണ്. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം സിദ്ധിക്കും. നാട് വിട്ട് കഴിയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ മടങ്ങി വരുവാനുള്ള സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായേക്കില്ല. വേറെ വേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്കുള്ള മാറ്റം കിട്ടുവാൻ ഇനിയും നിങ്ങൾക്ക് കാത്തിരിപ്പ് തുടരേണ്ടതാണ്. കരുതി വെച്ച ധനം മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടും. ആശുപത്രി ചെലവും സാധ്യതയാണ്. വീഴ്ച, അപകടം ഇവ ഉണ്ടാകാതിരിക്കാൻ വാഹനയാത്രയിൽ കഴിവതും ജാഗ്രത കാണിക്കുന്നത് ഗുണകരമാകും. കടം വാങ്ങിയ തുക മടക്കി കൊടുക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരുന്നതാണ്. ദുഷ്പ്രേരണകൾക്ക് വിധേയരാകാതിരിക്കുവാനും മനസ്സുറപ്പ് വേണ്ടതും വളരെയധികം ഗുണകരമാകുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം 1-ാം പാദം. വ്യാഴമാറ്റത്തിൻ്റെ ഏറ്റവും പൂർണ്ണ ഉപഭോക്താക്കൾ ചിങ്ങരാശിക്കാരാണ്. 11-ാം ഭാവത്തിലാണ് വ്യാഴം ഇനിമേൽ സഞ്ചരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സാഫല്യം കൈവരുന്ന ഭാവമാണ്. 11-ാം ഇടം എന്നാണ് സങ്കല്പം. തടസ്സങ്ങളെയെല്ലാം അതിജീവിക്കുവാനും ധനപരമായ സുസ്ഥിതി വന്നു ചേരുന്നതും ഈ സമയത്താണ്. തൊഴിലില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മികച്ച വരുമാന മാർഗം തുറന്നു കിട്ടും. ആഗ്രഹിച്ച കോഴ്സുകളിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഉപരിപഠനം നടത്തുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ വളരെയധികം ധന നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വസ്തു വാങ്ങുവാനോ ഗൃഹം സ്വന്തമാക്കുവാനോ ഉള്ള അവസരം സിദ്ധിക്കുന്നതാണ്. കടുത്ത മത്സരങ്ങളിൽ പോലും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. സാമൂഹികമായ അംഗീകാരം എല്ലാ രീതിയിലും നിങ്ങൾക്ക് കൈവരും. അവിവാഹിതനായ ആളുകൾക്ക് വിവാഹം, സന്താനങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് സന്താന ലബ്ധി ഇവയുണ്ടാകും. സൽക്കർമ്മങ്ങളുടെ നേതൃത്വ പദവി, ആരോഗ്യ സൗഖ്യം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം 2, 3, 4 പാദങ്ങൾ. അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ. വ്യാഴം 10-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുകയാണ്. 3, 6, 8, 12 ഭാവങ്ങളിലാണ് വ്യാഴം ഏറ്റവും അനിഷ്ടകാരി. 10-ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും ജീവിതത്തിൽ വന്നു ചേരുക. തൊഴിൽ മാറ്റത്തിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും നിലവിലെ തൊഴിലിൽ നിങ്ങൾ തുടരേണ്ടി വരും. അഥവാ നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചാൽ മെച്ചപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. ബിസിനസ്സിൽ ഒരുപാട് മുതൽ മുടക്കിന് യാതൊരു രീതിയിലും മുതിരരുത്. വിദേശത്തോ അന്യനാട്ടിലോ തൊഴിൽ ലഭിക്കുന്നതാണ്. ചെറുകിട സംരംഭങ്ങൾ ഗുണകരമാകും. ഏജൻസി, കമ്മീഷൻ, വ്യാപാരം ഇവയിൽ നിന്നും ആദായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റിംഗ് മേഖലയിൽ പുഷ്ടിയുണ്ടാകും. ജീവിതശൈലി രോഗങ്ങളിൽ അല്പം കരുതൽ വേണ്ടതുണ്ട്. കടങ്ങൾ ഭാഗികമായി വീട്ടുവാൻ സാധിക്കും. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അധികം അടുപ്പം കാണിക്കുന്നത് ഗുണകരമാകില്ല. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര 3, 4 പാദങ്ങൾ. ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ. വ്യാഴം അനിഷ്ട സ്ഥാനമായ 8-ാം ഇടത്തിൽ നിന്നും ഭാഗ്യസ്ഥാനമായ 9-ാം ഇടത്തിലേക്ക് മാറുന്നു. ജീവിതം സൗഭാഗ്യപൂർണ്ണമാകും. നഷ്ടപ്പെട്ട പദവികളെല്ലാം തിരികെ കിട്ടും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പദവികളെല്ലാം തിരികെ കിട്ടും. കൂടുതൽ ഉയരങ്ങളിൽ എത്തുവാൻ കഴിയുന്നതാണ്. മുൻപ് തള്ളിപ്പറഞ്ഞ ആളുകൾ അംഗീകരിക്കുവാൻ സ്വമേധ നിങ്ങളുടെ അരികിലെത്തുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹ സാഫല്യമുണ്ടാകും. ദാമ്പത്യ ബന്ധം കൂടുതൽ സ്നേഹനിർഭരമാകുന്ന
സമയം കൂടിയാണ്. തൊഴിൽ മാറ്റം കൊണ്ട് വളരെയധികം ജീവിതത്തിൽ ഗുണം വന്നു ചേരും. വേതനം ഉയരുന്നതാണ്. ബിസിനസ്സുകാർക്ക് വിപണിയിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന മികവ് കൈവരുന്ന സമയമാണ്. വിദേശ പഠനം സാധ്യമാകും. സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. കലാകാരന്മാരെ തേടി നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരും. പുതുപുത്തൻ വാഹനം വാങ്ങുക, വീട് നിർമ്മിക്കുക, സ്ഥലം വാങ്ങുക, ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുക തുടങ്ങിയ സ്വപ്നങ്ങൾ സഫലമായി കിട്ടുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം 4-ാം പാദം, അനിഴം തൃക്കേട്ട. 7-ാം ഭാവത്തിൽ നിന്നും വ്യാഴം 8-ലേക്ക് മാറുന്ന സമയമാണ്. അതായത് അനിഷ്ടഭാവമാണ് 8-ാം ഭാവം. പലതരം വെല്ലുവിളികളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സുഗമെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം വളരെയധികം ദുർഗമമാകുന്നതാണ്. ജോലി ഉപേക്ഷിക്കുന്നത് ആശ്വാസമാകില്ല. പുതിയ ജോലി കിട്ടുക അതും എളുപ്പമാകുന്ന കാര്യമല്ല. അഥവാ കിട്ടിയാൽ നിങ്ങൾക്ക് മെച്ചം ഭവിക്കണമെന്നില്ല. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം അച്ചടക്കം പാലിക്കേണ്ടി വരും. അന്യദേശത്ത് പഠനം അതുമല്ലെങ്കിൽ ജോലി ഇവയ്ക്ക് സാധ്യതയുണ്ട്. വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കപ്പെടാം. കൂട്ടുകെട്ടുകളിൽ കൂടുതൽ കരുതൽ പുലർത്തുന്നത് ഗുണകരമാകും. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ ഉദാസീനരാകുന്നതാണ്. ബിസിനസ്സിൽ പാർട്ട്നേഴ്സിനെ ചേർക്കുന്നത് വളരെയധികം ശ്രദ്ധാപൂർവം വേണം. യാത്രകളിൽ കരുതൽ എല്ലാ രീതിയിലും അനിവാര്യമാണ്. അസുഖം ചെറുതായാലും വൈദ്യസഹായം കൈക്കൊള്ളുക എന്നത് വളരെയധികം ഗുണകരമാകും. കുടുംബ സ്വത്തിൻ്റെ മേൽ തർക്കം വരുവാനും ഇടയുള്ള സമയമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം 1-ാം പാദം. വ്യാഴം 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. 7-ാം ഇടത്തിലെ വ്യാഴം സുസ്ഥിതിയിലാണ്. അതിനാൽ തന്നെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടാകും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പലതരം പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടുന്നതാണ്. വ്യാപാരത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കുക. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ വിജയം കൈവരും. വിദേശത്ത് പഠിക്കുവാനോ തൊഴിൽ തേടുവാനോ ഉള്ള അവസരം സിദ്ധിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അർഹതക്കൊത്ത വരുമാന മാർഗം തുറന്നു കിട്ടും. പൊതുവെ ധനസ്ഥിതി മെച്ചപ്പെടുന്ന സമയം കൂടിയാണ്. പ്രണയ സാഫല്യം ഭവിക്കും. വിവാഹാലോചനകളെല്ലാം ഫലവത്തായി കിട്ടുന്നതാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇനി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കിട്ടും. വാഹനയോഗം ഉള്ളതിനാൽ പഴയ വാഹനം മാറ്റി പുതുപുത്തൻ വാഹനം വാങ്ങുവാൻ സാധിക്കുന്നതാണ്. തീർത്ഥാടനത്തിന് അതുമല്ലെങ്കിൽ ഉല്ലാസ യാത്രകൾക്കുള്ള സാഹചര്യം അനുകൂലമായി ഭവിക്കുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം 1, 2, 3 പാദങ്ങൾ. തിരുവോണം അവിട്ടം 1, 2 പാദങ്ങൾ. മിഥുനത്തിൽ പ്രവേശിക്കുന്ന വ്യാഴം മകര രാശിക്കാരുടെ 6-ാം ഭാവത്തിലാണ്. അനിഷ്ടഭാവമാണത്. പ്രതികൂലമായ ഫലങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകും. കാര്യവിഘ്നം വരാം. ലക്ഷ്യത്തിലെത്തുവാൻ കൂടുതൽ സഞ്ചരിക്കേണ്ട സ്ഥിതി വന്നു ചേരും. ദുഷ്പ്രേരണകൾക്ക് എളുപ്പം വിധേയരാകും. നവസംരംഭങ്ങൾ കരുതിയ ഫലം നിങ്ങൾക്ക് സമ്മാനിക്കില്ല. കായികാധ്വാനം വളരെയധികം വർദ്ധിക്കും. ധനപരമായി അമളികൾ ഭവിക്കാം. തൊഴിൽ അതുമല്ലെങ്കിൽ പഠിപ്പ് തുടങ്ങിയ കാരണങ്ങൾ മൂലം നാട്ടിൽ നിന്നും അകലെ കഴിയുവാനിടയുണ്ട്. വ്യത്യസ്ത ജോലി സ്ഥലത്താകിയാൽ ദമ്പതികൾക്ക് ഒരുമിക്കുവാനുള്ള സന്ദർഭം കുറയുന്നതാണ്. വാഹനയാത്രയിൽ എല്ലാ രീതിയിലും ജാഗ്രത ഉണ്ടാകണം. സംഘടനയിൽ എതിർപ്പുണ്ടാകും. രോഗക്ലേശാദികൾക്ക് ചികിത്സ വേണ്ടി വരുന്നതാണ്. മിതവ്യയം, മിത സംഭാഷണം, മിതാഹാരം ഇവ ശീലിക്കുന്നത് എല്ലാ രീതിയിലും ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം 3, 4 പാദങ്ങൾ. ചതയം പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ. വ്യാഴം ഗുണപ്രദമായ 5-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. സന്താന പ്രാപ്തിയില്ലാത്ത ആളുകൾക്ക് സന്താന സൗഭാഗ്യമുണ്ടാകും. മക്കൾക്ക് ഉന്നത ബിരുദലബ്ധി, ജോലി, വിവാഹസിദ്ധി ഇവ പ്രതീക്ഷിക്കാം. ധനവരവിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി ധനപരമായി അഭ്യുദയം ഭവിക്കുന്നതാണ്. കാര്യാലോചനകളിൽ കൈക്കൊള്ളുന്ന നിലപാടുകൾക്ക് പിന്തുണ ലഭിക്കും. പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. നറുക്കെടുപ്പ്, ലോട്ടറി, ചിട്ടി ഇവ മൂലം ധനാഗമം പ്രതീക്ഷിക്കാം. പിതാവിന് ശ്രേയസ്സുണ്ടാവുന്ന കാലമാണ്. തൊഴിലില്ലാത്ത ആളുകൾക്ക് അർഹതയ്ക്കനുസൃതമായ ജോലി വന്നു ചേരും. മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കുന്നതാണ്. സാഹിത്യം, കല, സിനിമ മുതലായ മേഖലയിൽ ശോഭിക്കുവാൻ കഴിയും. ഭാവി ജീവിതത്തിന് സഹായകരമായ നിക്ഷേപങ്ങൾ കരുതുവാനും സാധിക്കുന്നതാണ്.
അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി രേവതി. 3-ാം ഭാവത്തിലായിരുന്ന വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. പ്രായേണ സമ്മിശ്രമായ അനുഭവങ്ങളുണ്ടാകും. ഗൃഹത്തിലെ അശാന്തി നീങ്ങിക്കിട്ടും. കുടുംബാംഗങ്ങൾ തമ്മിൽ ഇണങ്ങുന്നതിനുള്ള സാഹചര്യം ഒത്തുവരുന്നതാണ്. സുഹൃത്തുക്കളുടെ പിണക്കങ്ങളെല്ലാം മാറിക്കിട്ടും. വസ്തു വാങ്ങുന്നതിന് അവസരം സംജാതമാകും. ആധാരം അതുമല്ലെങ്കിൽ പ്രമാണം പരിശോധിക്കുവാൻ മറക്കരുത്. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ കഴിയും. തൊഴിൽ മാറുന്നത് വളരെയധികം കരുതലോടെ വേണം. ബിസിനസ്സിൽ പണം മുടക്കുന്നതിലും ജാഗ്രത ആവശ്യമായ സമയമാണ്. ദൂരദിക്കിൽ കഴിയുന്ന ആളുകൾക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് നൂതന വിഷയങ്ങളിൽ ഉപരിപഠനത്തിനുള്ള അവസരം കൈവരുന്നതാണ്. മകന്റെ നിർബന്ധത്തിനു വഴങ്ങി വാഹനം വാങ്ങുവാൻ കഴിയും. കൃഷിക്കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ്. വളർത്തു ജീവികൾ മൂലം ആദായം വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.